ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സിൻ്റെ ആലോവേര ജെല്ലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സും യൂസസിനെയും പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആലോവേര ജെല്ലിനെ പറ്റി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആലോവേര ജെല്ലാണ്. ഓക്കെ, 100% സ്റ്റെബിലൈസ്ഡ് ആലോവേര ജെല്ലാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. സ്മൂത്ത് മാത്രമല്ല, ട്രാൻസ്ലൂസൻറ്റും കൂടാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കാണിച്ചു തരാം. ഇതാ കണ്ടോ, കാണുന്നില്ലേ? ഇതാ അത്രയും സ്മൂത്താണ്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ സ്കിന്നിൽ അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കിങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ആവുകയും ചെയ്യും. അപ്പോൾ വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് യൂസസ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ പേഴ്സണലായിട്ട് ഞാനിത് കുറച്ച് നാളായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പം ഞാനും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല മാറ്റങ്ങളാണ് കാണുന്നത്. നല്ല ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് പുരട്ടുക. അപ്പം ഇത് ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫോറെവറിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റൊരു യൂസിന് മാത്രമല്ല, ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം അതിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തീരില്ല, കാരണം അത്രമാത്രം യൂസസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. ഇപ്പോൾ കുറച്ച് യൂസസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുക, അലർജീസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എവിടെയാണോ ആ ഇറിറ്റേഷൻ ഉള്ളത് അവിടെ ഇത് കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് പുരട്ടാവുന്നതാണ്. പിന്നെന്ന് പറയുന്നത് നമുക്ക് ബേബീസിനൊക്കെ ഇപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യത്തില്ലേ, നമ്മുടെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യും. ഡയപ്പേഴ്സ് ചെയ്യുമ്പോൾ റാഷസ് വരുമ്പോഴേക്കും ആ റാഷസ് ഉള്ള ഭാഗം ചിലപ്പം തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അപ്പം ആ ഭാഗത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം പറയാൻ പറ്റുന്നില്ല, അവർ ചിലപ്പം കരയുന്നത് നീറ്റിലെടുത്തിട്ടോ വേദനിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് പുരട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ എരിച്ചിലോ ആ നീറ്റിലോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം അവർ അത്രയും സൂതായി കിടക്കുമ്പം അവർ പിന്നെ കരയൊന്നുമില്ല. അത് മാത്രമല്ല, ആ റാഷസ് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബേൺസ്, പൊള്ളൽ, കിച്ചണിലൊക്കെ പോകുമ്പോഴത്തേക്കിനും കിച്ചണിൽ വെക്കേണ്ട ഒരു ബെസ്റ്റ് ഐറ്റമാണ്. കിച്ചണിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ കുക്കറിൽ തട്ടോ, ചൂട് കുക്കറിൽ തട്ടോ അല്ല ചൂട് തവിയിൽ പോയി പിടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിയ ഭാഗത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, നമ്മൾ പൈപ്പ് തുറന്ന് പെട്ടെന്ന് വെള്ളത്തിൽ കൈ പിടിക്കുക, അങ്ങനെ കുറച്ച് അത് എടുക്കുമ്പോഴേക്കും പിന്നെയും എരിച്ചിലായിരിക്കാം. അതിന് പകരം നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി എടുത്തിട്ട് എവിടെയാണോ പൊള്ളിയത് അവിടെ ഒന്ന് പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ എരിച്ചിലും ആ ഒരു നീറ്റിലും ഒക്കെ അപ്പം തന്നെ മാറും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല, അങ്ങനെ ഒരു പൊള്ളൽ ഉണ്ടായെന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. അപ്പം അത്ര നല്ലൊരു എഫക്റ്റീവ് സാധനമാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്, അത്രയും എഫക്റ്റീവാണ്. പിന്നെ സൺബേൺസിനാണെന്നുണ്ടെങ്കിലും എവിടെയാണോ പൊള്ളലേറ്റത് അവിടെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ 3 ലെയർസ്, നമ്മുടെ സ്കിന്നിൻ്റെ 3 ലെയറിലേക്ക് അത്ര ഡീപ്പായിട്ട് ചെന്നിട്ടാണ് ഇത് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറയാൻ വരുന്നത്, നമുക്കിപ്പോൾ തൊണ്ടവേദന, പനി, ചുമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചൊരു എമൗണ്ട് എടുത്ത് നമുക്ക് സ്വാലോ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും തൊണ്ടയ്ക്ക് നല്ലൊരു സുഖം കൊടുക്കും. പിന്നെ നമുക്ക് പനി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ, പനി ഉണ്ടെങ്കിലും തൊണ്ടവേദന വന്നിട്ട് നമുക്കത് കുറച്ച് സ്വോളോ ചെയ്താൽ മതി. പിന്നെ എക്സിമ എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, നമുക്ക് സോറിയാസിസ് ഒക്കെ പോലെ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഇറിറ്റേഷൻസ് വരുമ്പോഴേക്കും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് ചെവി ക്ലീൻ ചെയ്യാൻ, കുഞ്ഞുങ്ങളെ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതൊക്കെ ബെസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ചെവി ക്ലീൻ ചെയ്യാനും നമ്മുടെ ആണെങ്കിലും ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. പിന്നെ പറയുന്നത് ഇപ്പം വാക്സിൻ ചെയ്യുന്നവരുണ്ടല്ലോ, പെൺകുട്ടികൾ വാക്സിൻ ചെയ്തിട്ട് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആണുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഷേവിങ് ചെയ്തിട്ട് അന്നേരം സ്കിന്ന് മോയ്സ്ചർ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു ഭാഗത്ത് നീറ്റിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. ത്രെഡിങ് ചെയ്തിട്ട് ഇപ്പം ത്രെഡിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ തടിച്ചിരിക്കുമായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് എന്താണ്, പിമ്പിൾസ്, ആക്നെ, പിന്നെ ഇൻഗ്രോൺ ഹെയർ, ഇതിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ചൊറിച്ചിലുണ്ടല്ലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടൊക്കെ മുറിയുമ്പോഴേക്കും അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കറുത്ത സ്കാബ് വരില്ലേ, അതൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, ചൊറിച്ചിൽ പോലെ തോന്നും, അപ്പോൾ ചൊറിയണം തോന്നും. അപ്പോൾ ചൊറിയുമ്പോൾ എന്താ പെണ്ണിയും അത് മുറിയുകയൊക്കെ ചെയ്യും. അപ്പം അതിന് പകരം അതിന് ആ ഒരു സ്കാർ മാറാനും ആ സ്കാബ് മാറാനും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ
അൾട്രാസൗണ്ട് ജെല്ലുണ്ടല്ലോ, അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ജെല്ലുണ്ട്, അതിനും ഇത് യൂസ് ചെയ്യാം. ആ ഒരു ജെല്ലിന് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ ഹെയറിനും സ്കാൽപ്പിനും നല്ല ബെസ്റ്റാണ്. സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. അപ്പോൾ അതൊന്നും ഡാൻഡ്രഫൊക്കെ കുറഞ്ഞിട്ടും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ടും. ഇനി ഹെയർ ഗ്രോത്ത് വരണമെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നവർക്ക് ചിലരിലൊക്കെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതും നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ഹെമറോയിഡ്സ് ഉള്ള ആ ഒരു ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്താൽ നല്ലതാണ്. പൈൽസ് ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഇൻറ്റിമേറ്റ് കെയർ, അതായത് അവരവരുടെ പേഴ്സണൽ ഭാഗത്തൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കാനും അവിടെയൊക്കെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഇത് യൂസ് ചെയ്യാം. പിന്നെ ആനിമൽസ്, മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ അവർക്ക് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പം ഇത് യൂസ് ചെയ്താൽ മതി. അവർക്ക് ആ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണങ്ങി കിട്ടും. പിന്നെ പറയാനുള്ളത് അത്ലറ്റ്സ് ഫുട്ട്, ബനിയൻസ്, കോൺസ്, ഇതൊക്കെ കാലിൽ വരുന്ന അസുഖങ്ങളാണ്, കാലിൻ്റെ വെള്ളയിൽ വരുന്നത്. അപ്പം ആ അസുഖം എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഗംസ്, ബ്ലീഡിങ് ഗംസ് ഇല്ലേ, അതിനൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബേബീസിന്, ഈ കുഞ്ഞുവാവകൾക്ക് പല്ല് വരുന്ന സമയത്ത് അവർക്ക് മോണയൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് അവർ ആ മോണിൽ പറ്റിക്കൊടുത്ത് ആ ഒരു ഇറിറ്റേഷൻ അവർക്ക് മാറി കിട്ടില്ലെങ്കിൽ അത് ഈ കടിക്കുന്ന ടെൻഡൻസി പോലൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് നല്ലതാണ്. പിന്നെന്ന് പറയുന്നത് എന്താണ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വന്നവർക്ക് ആഫ്റ്റർ കെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണിത്. ഓക്കെ. പിന്നെ സെല്ലുലൈറ്റും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, സെല്ലുലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പിന്നെ കോൾഡ് സോഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് ചുണ്ടിൽ വരുന്ന ഒരു ചെറിയ ഇൻഫെക്ഷനാണ്. അപ്പം അതിന് എഫക്റ്റ് ആയിട്ടുള്ള ഏരിയയിലും ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ചിക്കൻ പോക്സിനും ഇത് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ നല്ലൊരു സൂതിങ്ങും അത് കുറച്ചൊക്കെ മാറിക്കിട്ടുന്ന നല്ലൊരു എഫക്റ്റീവായിട്ട് നല്ലപോലെ തന്നെ എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി പറയാൻ. ഇപ്പം മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സും യൂസസുമാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ വഴി ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ശരിക്കും ഇതിൻ്റെ MRP പ്രൈസ് എന്ന് വെച്ചാൽ 1183 റുപ്പീസാണ്. പക്ഷേ ഞാൻ വഴി നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെറും 670 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ബെനഫിറ്റും യൂസും അത്രയേറെ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു നോർമലായിട്ടുള്ള ഒരു പ്രൊഡക്ട്സിൽ വരുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അല്ല ഇത്. നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവരും ഇത് യൂസ് ചെയ്യാം.